നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നന്മയുടെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി നാളെ വിഷു. വിഷുക്കണിയും കൈനീട്ടവും സദ്യയുമൊക്കെയായി വിഷുവിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിൽ നാടും നഗരവും. വിഷു മലയാളികളുടെ കാർഷികോത്സവത്തിന്റെ തുടക്കം. ഇന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 125ാം ജന്മദിനം. ജില്ലയിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. DCC ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മംഗലാപുരം റെയിൽപാത വൈദ്യുതീകരണം ഇഴയുന്നു. വൈദ്യുതീകരണം ഈ വർഷവും പൂർത്തിയാക്കാനാകില്ല. പ്രവൃത്തി നീണ്ടുപോകുന്നത് ട്രെയിനുകൾ വൈകി ഓടാൻ കാരണമാകുന്നു. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ ഇടക്കാല വിളയായി ചെറുപയറും വൻപയറും കൃഷിയിറക്കി മാതൃകയായി അഞ്ചരക്കണ്ടി ഫാമേഴ്സ് കർഷക ക്ലബ്ബും കർഷക സേവന കേന്ദ്രവും. പാളയം വയലിലാണ് പുതിയ കാർഷിക വിജയഗാഥ. വിശദമായ വാർത്തകളിലേക്ക്. നന്മയുടെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി നാളെ വിഷു. വിഷുക്കണിയും കൈനീട്ടവും സദ്യയുമൊക്കെയായി മലയാളികൾ വിഷുവിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. വിഷു മലയാളികൾക്ക് കാർഷികോത്സവത്തിന്റെ തുടക്കം കൂടിയാണ്. മീനം ഒടുവിൽ തന്നെ വിഷുപക്ഷിയുടെ ശബ്ദം മുഴങ്ങി തുടങ്ങി. കാർഷിക കേരളത്തിന്റെ ആണ്ടുപിറപ്പാണ് വിഷു. സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് കടക്കുന്ന ദിവസം. സൂര്യസംക്രമം കഴിഞ്ഞ് ഉദിക്കുന്ന ആദ്യത്തെ സൂര്യരശ്മി വന്ന് വീഴുന്നിടം സ്വർണവർണ്ണമാകുമെന്നാണ് വിശ്വാസം. കൊന്നപ്പൂക്കൾക്ക് സ്വർണ്ണനിറമുണ്ടായതും ഇങ്ങനെയാണെന്ന് മലയാളികൾ വിശ്വസിക്കുന്നു. മുളപൊട്ടാൻ നോമ്പുനോറ്റു നിൽക്കുന്ന വിളകൾക്ക് ഇതൾ വിരിയുന്ന കാലം. മണ്ണിനെയും പ്രകൃതിയെയും പൂജിക്കുന്ന കാലം. വിഷുദിനത്തിൽ ആദ്യം കാണുന്ന കാഴ്ചയുടെ ഫലം വർഷാവസാനം വരെ ഉണ്ടാകുമെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെയാണ് ദുർനിമിത്തങ്ങൾ കണ്ണിൽപ്പെടാതെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കാഴ്ചയൊരുക്കി കണി കാണുന്നത്. ക്ഷേമ ഐശ്വര്യം വന്നു നിറയാൻ വീട്ടിലെ മുതിർന്നവരിൽ നിന്നും ലഭിക്കുന്ന കൈനീട്ടം സ്വർണ്ണ നാണയങ്ങളായി മാറുമെന്ന് പറയപ്പെടുന്നു. ഐതിഹ്യപ്രകാരം ഹിരണ്യാശന് ഭൂമിദേവിയിലുണ്ടായ പുത്രനായ നരകാസുരനെ വധിക്കാൻ മഹാവിഷ്ണു നരസിംഹാവതാരം എടുക്കുകയും നരകാസുരനെ വധിക്കുകയും ചെയ്ത ദിവസമാണ് വിഷു. എന്നാൽ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിക്കാതിരുന്ന രാവണനെ ശ്രീരാമൻ കീഴടക്കിയതിന്റെ ആഘോഷമാണ് വിഷു എന്നും ചിലർ വിശ്വസിക്കുന്നു. കണ്ണിനെയും കരളിനെയും കുളിരണിയിച്ചുകൊണ്ട് നാട്ടുവഴികളിൽ ആണ്ടിലൊരിക്കൽ മാത്രം പൂക്കുന്ന കണിക്കൊന്നകൾ മങ്ങലേറ്റുപോയ വിഷുസ്മരണകളെ തൊട്ടുണർത്തുന്നു. കാമദേവന്റെ ചങ്ങാതിയായ വസന്തന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് പൂക്കുന്ന കണിക്കൊന്നകൾ ആണ്ടുപിറവിയെ വരവേൽക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടീം സിറ്റി ന്യൂസിന്റെ വിഷു ആശംസകൾ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ. ഇന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ 125ാം ജന്മദിനം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തി. DCC ഹാളിൽ DCC പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദളിതരോടും താഴ്ന്ന ജാതിക്കാരോടും ഒരു കാലഘട്ടം കാണിച്ച ദുഷ്ചേതികൾക്ക് ജീവിതം കൊണ്ട് മറുപടി നൽകിയ മഹാവ്യക്തിയായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്ന കെ. സുരേന്ദ്രൻ അനുസ്മരിച്ചു. അങ്ങനെ ജീവിത രംഗത്ത് മുഴുവനായി ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ ഒരു കാലഘട്ടം ഇന്നത്തെ കാലഘട്ടമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവിടെ വെച്ച് കാണാൻ സാധിക്കണം. രാജ്യത്തുണ്ടായിരുന്ന അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന ആ പഴയകാല ഓർമ്മകൾ വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാൾ എന്ന് എല്ലാ സമൂഹവും പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തു വളർത്തി. ദളിത് കോൺഗ്രസ് നേതാവ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ വസന്തൻ പള്ളിയമ്മൂല, റഷീദ് കവായി, സുരേഷ് ബാബു എളയാവൂർ, പള്ളിപ്പുറം പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സാധുജന പരിപാലന സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജന്മവാർഷികം ആഘോഷിച്ചു. പാർക്കൻസ് ഓഡിറ്റോറിയത്തിൽ മുൻ MLA പ്രൊഫസർ A.D. മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ A. സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഗോപൻ മാത്യു, നഗരസഭാ കൗൺസിലർ T. സുഷമ, B.V. ബോളൻ തുടങ്ങിയവർ സംസാരിച്ചു.
ജയിലിലെ തടവുകാർക്കും നാളെ കണി കണ്ടുണരാം. സെൻട്രൽ ജയിലുകളിലെ ബ്ലോക്കുകളിൽ വിഷുക്കണി ഒരുക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. വിഷുസദ്യയും ഒരുക്കിയിട്ടുണ്ട്. തടവുകാർക്ക് മാനസിക ശുദ്ധീകരണത്തിന് അവസരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജയിൽ വകുപ്പിന്റെ നടപടി. കണിയൊരുക്കാൻ ചക്കയും മാങ്ങയും കണിക്കൊന്നയും ജയിൽ വളപ്പുകളിലുണ്ട്. വെള്ളരിയും മറ്റ് പച്ചക്കറി ഇനങ്ങളും തടവുകാരുടെ വിയർപ്പിൽ വിളഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പുലർച്ചെ ബ്ലോക്കുകളിൽ കണിയൊരുക്കാൻ സംവിധാനമുണ്ടാക്കും. എല്ലാ അന്തേവാസികൾക്കും കണി കാണാനും അവസരമുണ്ട്. കൈനീട്ടം കിട്ടിയില്ലെങ്കിലും സമൃദ്ധ സദ്യയും ഉണ്ടാകും. പടക്കത്തിനും കോടി വസ്ത്രങ്ങൾക്കും മതിൽക്കെട്ടിൽ പ്രവേശനമില്ല. ജയിലിൽ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടവർക്ക് അവധി ദിവസവുമാണ് അന്ന്. തടവുകാർക്കൊപ്പം ജയിലിൽ ജീവനക്കാർക്കും സദ്യയിൽ പങ്കെടുക്കാം. വിഷുപ്പുലരിയിൽ കണിയൊരുക്കാൻ തഞ്ചാവൂർ മൺകലങ്ങളും വിപണിയിലെത്തി. പല വലിപ്പത്തിലുള്ള മൺകലങ്ങളാണ് ഇത്തവണ വിപണിയിലെത്തിയിരിക്കുന്നത്. ആഘോഷങ്ങൾ ഏതായാലും വാഴയിലയിലെ സദ്യവട്ടം നിർബന്ധം. അത് മൺചട്ടിയിൽ കൂടിയാകുമ്പോൾ സ്വാദ് ഇരട്ടിക്കും. എല്ലാ വർഷവും കണ്ണൂർ പോലീസ് മൈതാനിയിലെ ഒരു ഭാഗം മൺചട്ടികൾക്കാണ്. പേരാവൂരിൽ നിന്നുമുള്ള മൺചട്ടികളാണ് ഇവിടെ വിൽപ്പനയ്ക്കെത്തിയിട്ടുള്ളത്. ചെറിയ മൺചട്ടികൾ തുടങ്ങി കൂജ, ദോശക്കല്ല് എന്നിവയും ഇവിടെ ലഭിക്കും. ഇപ്പം വിഷു ആയതുകൊണ്ട് കണിക്കാലത്തിനാണ് കൂടുതൽ മാർക്കറ്റിങ്. പിന്നെ വെറൈറ്റിയായി മുടി പാത്രങ്ങളുണ്ട്. പിന്നെ ഡൈനിങ് ടേബിളിൽ വെക്കാനുള്ള പാത്രങ്ങളും ഗ്ലാസ്, ജഗ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ദോശക്കല്ല്, ഫ്രൈ പാൻ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ സാധാരണ ചട്ടി, കലം അതുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഓണത്തിന്, വിഷുവിന് പിന്നെ ഫ്ലവർ ഷോയിലെല്ലാം സ്ഥിരമായിട്ട് വരുന്ന അവിടെയാണ്. സ്വാദുള്ള ഭക്ഷണം എന്നതിനു പുറമെ വിഷുക്കണിയായും മൺചട്ടികൾ ഉപയോഗിക്കുമെന്നതിനാൽ ഇവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. 40 രൂപ മുതൽ 1000 രൂപ വരെയാണ് മൺകലങ്ങളുടെ വില. നാടൻ കലങ്ങളെക്കാൾ 2 ചൂളയിൽ ചുട്ടെടുക്കുന്ന ഇരുണ്ട കറുപ്പു നിറത്തിലുള്ള തഞ്ചാവൂർ ചട്ടികൾക്കും പ്രിയമേറെ. ഇനിയൊരിടവേള. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നന്മയുടെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി നാളെ വിഷു. വിഷുക്കണിയും കൈനീട്ടവും സദ്യയുമൊക്കെയായി വിഷുവിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിൽ നാടും നഗരവും. വിഷു മലയാളികളുടെ കാർഷികോത്സവത്തിന്റെ തുടക്കം. ഇന്ന് ഡോക്ടർ BR അംബേദ്കറുടെ 125ാം ജന്മദിനം. ജില്ലയിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. DCC ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മംഗലാപുരം റെയിൽപാത വൈദ്യുതീകരണം ഇഴയുന്നു. വൈദ്യുതീകരണം ഈ വർഷവും പൂർത്തിയാക്കാനാകില്ല. പ്രവൃത്തി നീണ്ടുപോകുന്നത് ട്രെയിനുകൾ വൈകിയോടാൻ കാരണമാകുന്നു. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ ഇടക്കാല വിളയായി ചെറുപയറും വൻപയറും. കൃഷിയിറക്കി മാതൃകയായി അഞ്ചരക്കണ്ടി ഫാമേഴ്സ് കർഷക ക്ലബ്ബും കർഷക സേവന കേന്ദ്രവും. പാളയം വയലിലാണ് പുതിയ കാർഷിക വിജയഗാഥ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ദി വെഡിംഗ് പ്ലാനറ്റ്, സൗത്ത് ബസാർ, കണ്ണൂർ. B&S പ്ലേറ്റിൽ കുറഞ്ഞ വൈദ്യുതി, നിറഞ്ഞ സംതൃപ്തി. B&S പ്ലേറ്റ്. Buy one get one free. Design Square. റോയൽ ഇന്ത്യ, താന ജംഗ്ഷൻ, താന, കണ്ണൂർ. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. മെട്രോ ഹൈപ്പർ മാർക്കറ്റ്, SN പാർക്ക് റോഡ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ 1ാം ഘട്ട പ്രവൃത്തിക്കുള്ള കേന്ദ്രാനുമതി പ്രതീക്ഷിച്ച് ഒരു കൂട്ടം കുടുംബങ്ങൾ. ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി പതിറ്റാണ്ടുകളായി ഇവർ കാത്തിരിക്കുന്നു. ഭൂവുടമകൾക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നതിന് കാരണം. മുഴപ്പിലങ്ങാട് മുതൽ പാറാൽ വരെ ബൈപ്പാസിന്റെ 12 കിലോമീറ്റർ ഭൂമിയാണ് ഏറ്റെടുത്തത്. മാഹി, ചൊക്ലി, അഴിയൂർ വില്ലേജുകളിലെ ഭൂമി ഏറ്റെടുക്കലാണിനി ബാക്കി. ഭൂവുടമകൾക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് ഏറ്റെടുക്കൽ വൈകാനിടയാക്കുന്നത്. ബൈപ്പാസിന്റെ 1ാം ഘട്ട പ്രവൃത്തിക്കായി കേന്ദ്രത്തിന്റെ അന്തിമാനുമതി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ബൈപ്പാസ് 1ാം ഘട്ട പ്രവൃത്തിക്കുള്ള നടപടി പുരോഗമിക്കുമ്പോഴും മാഹിയിലെ സ്ഥലമെടുപ്പ് നിയമയുദ്ധത്തിലേക്കും സാങ്കേതിക കുരുക്കിലേക്കുമാണ് നീങ്ങുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനാസ്ഥ യുടെ ഫലമാണിത്. ഒപ്പം ബൈപ്പാസിന്റെ കാര്യത്തോടെ മുഖം തിരിക്കുന്ന ജനപ്രതിനിധിയും ചേരുന്നതോടെ പ്രതീക്ഷയറ്റ നിലയിലാണ് കുടുംബങ്ങൾ. കേന്ദ്ര സർക്കാർ മനസ്സുവെച്ചാലേ ബൈപ്പാസിന്റെ മാഹിയിലെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കാനാവൂ. സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് കേന്ദ്രം നഷ്ടപരിഹാരം നൽകുമെന്ന് മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്.
വിപണിയിൽ താരം കുറ്റ്യാട്ടൂർ മാമ്പഴങ്ങൾ തന്നെ. മാമ്പഴം, സ്ക്വാഷ്, ജാം, അച്ചാർ എന്നിവയും വിപണിയിലെത്തിയതോടെ ആവശ്യക്കാരും വർദ്ധിച്ചു. കുറ്റ്യാട്ടൂർ മാമ്പഴ കർഷക സമിതിയുടെ നേതൃത്വത്തിലാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചിരിക്കുന്നത്. പേരു മാത്രമല്ല, ഗുണവും തനിമയും മുഖമുദ്രയാക്കിയ കുറ്റ്യാട്ടൂർ മാങ്ങകൾ കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ ഈ സീസണിലെ ഉൽപ്പാദനമാണ് കുറ്റ്യാട്ടൂർ വെള്ളുവയലിലെ മാവ് കർഷക സമിതിയുടെ ഫാക്ടറിയിൽ ആരംഭിച്ചത്. ശാസ്ത്രീയവും ഗുണമേന്മയും കൂടിച്ചേർന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് തങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതെന്നാണ് സമിതിയുടെ സെക്രട്ടറി ബി കൃഷ്ണൻ പറയുന്നത്. ഞങ്ങളിതിൻ്റെ മാമ്പഴത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഇതിൻ്റെ മാമ്പഴത്തിൻ്റെ പൾപ്പ് ആദ്യം എടുക്കും. ആ പൾപ്പ് എടുത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ച് അത് സ്റ്റെറിലൈസർ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം അത് കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതിനനുസരിച്ചുള്ള പ്രിസർവേറ്റീവ് ചേർത്തുകൊണ്ട് അത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക. അതിൽ നിന്നാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന നിലയ്ക്ക് ഞങ്ങൾ 2 വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് മാംഗോ സ്ക്വാഷാണ്, മറ്റൊന്ന് മാംഗോ ജാം. കുറ്റ്യാട്ടൂർ മാവ് കൊണ്ടുള്ള ജാമിനും സ്ക്വാഷിനും അച്ചാറിനും വലിയ തോതിലുള്ള ഡിമാൻഡുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ഉൽപ്പാദനമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഫാക്ടറിയിൽ 12 സ്ത്രീ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് ബാലുശ്ശേരിയിൽ വെച്ച് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു. മാങ്ങയുടെ വിവിധ രീതിയിലുള്ള സംസ്കരണമാണ് ആദ്യം നടക്കുന്നത്. ഇതിന് ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പഴുത്ത മാങ്ങകളാണ് സ്ക്വാഷിനും ജാമിനുമായി ഉപയോഗിക്കുന്നത്. പച്ചമാങ്ങകളാണ് അച്ചാറിന് ഉപയോഗിക്കുന്നത്. 500 ഗ്രാം അച്ചാറിന് 60 രൂപയാണ് വില. വൻകിട ബ്രാൻഡുകളുടെ കിടമത്സരത്തിനിടയിൽ കുറ്റ്യാട്ടൂർ മാങ്ങയുടെ അച്ചാറുകൾ തേടിയെത്തുന്നവർ ധാരാളമാണ്. ജില്ലാ പഞ്ചായത്തും വ്യവസായ കേന്ദ്രവും സംയുക്തമായി വിശേഷ ആഘോഷവേളകൾക്ക് മുന്നോടിയായി നടത്തുന്ന വ്യവസായ പ്രദർശന വിൽപ്പന ശാലകളിലാണ് ഉൽപ്പന്നങ്ങൾ അധികവും വിറ്റഴിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ 2 ഉൽപ്പന്നങ്ങളാണ്, ഒന്ന് ജാമും അതുപോലെ സ്ക്വാഷും. വിപണന കേന്ദ്രം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയും വ്യവസായ വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വർഷങ്ങളിൽ നടക്കുന്ന വിശേഷ ദിവസങ്ങളിൽ നടക്കുന്ന മേളകളിലാണ് ഞങ്ങളുടെ പരിപാടി നടക്കുന്നത്. വർഷത്തിൽ 4 പ്രാവശ്യമായിട്ട് നടക്കുന്നു. വിഷു, ഓണം, ക്രിസ്മസ്, റംസാൻ. അവിടെ നല്ലൊരു വിപണനം നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. ഞങ്ങൾ കടകളിലൊന്നും ഇതിൻ്റെ വിപണനം നടക്കുന്നില്ല. എന്നാൽ കണ്ണൂർ നഗരത്തിലടക്കം സ്ഥിരം വിപണന കേന്ദ്രങ്ങൾ ഇല്ലാത്തത് പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വിപണനത്തിനായുള്ള ഒരു വേദി അധികൃതർ കനിഞ്ഞാൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. ഇനി കണ്ണൂർ പത്രങ്ങളിലൂടെ. ദക്ഷിണാമൂർത്തി സ്വാമി സ്മാരക മ്യൂസിയം നിർമ്മാണം അനിശ്ചിതത്വത്തിലെന്ന മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്വാമിയുടെ സ്മാരകമായി രൂപകൽപ്പന ചെയ്ത മ്യൂസിയമാണ് ദേവസ്വം ബോർഡിന്റെ നടപടികൾ മൂലം വൈകുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്താൽ കടബാധ്യത കുറയുമെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ 1000 കോടി കടബാധ്യതയുണ്ടെന്നാണ് കണക്കെങ്കിലും സർക്കാർ ഏറ്റെടുത്താൽ 150 കോടി കൊണ്ട് കടം തീർക്കാനാവുമെന്ന് ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടി. നാടും നഗരവും വിഷുത്തിരക്കിലെന്ന ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു. വഴിയോര കച്ചവട വിപണിയും ഉണർന്നതോടെ നഗരപാതകളിൽ ഗതാഗതക്കുരുക്ക് മുറുകിയിട്ടുണ്ട്. KSTP റോഡ് നിർമ്മാണം മന്ദഗതിയിൽ. പഴയങ്ങാടിയിൽ റോഡ് ചെളിക്കുളമായതായി വീക്ഷണത്തിൽ വാർത്തയായി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത മഴയിൽ റോഡ് ഉഴുതുമറിച്ച അവസ്ഥയിലായതോടെ കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരും തെന്നി വീഴുന്ന അവസ്ഥയിലാണുള്ളത്. കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിൽ രാത്രികാല ബസ് സർവീസ് മുടങ്ങുന്നതായി കേരള കൗമുദിയിൽ വാർത്തയായി. നിരന്തരമുള്ള ട്രിപ്പ് മുടക്കൽ കാരണം യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. വിഷുദിനത്തിൽ സിറ്റി ചാനൽ പ്രേക്ഷകർക്കൊപ്പം വ്യത്യസ്ത പരിപാടികളാണ് സിറ്റി ചാനൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സിറ്റി ചാനൽ അവതരിപ്പിക്കുന്ന വിഷുദിന പ്രത്യേക പരിപാടികൾ. രാവിലെ 7 മണിക്ക് വിഷുഫലത്തിൽ മുരളീധര വാര്യർ. ഈ വർഷത്തെ വിഷു കണി കാണുന്നതിന് ഉത്തമമായ ഒരു സമയമെന്ന് പറയുന്നത് 4 മണിക്ക് ശേഷം 5 മണിക്കുള്ളിലുള്ള ശുഭമുഹൂർത്തത്തിലാണ്. ഏഴ് 30 കൃഷ്ണഭക്തി ഗാനങ്ങളുമായി കണി കാണും നേരം.
8 മണിക്ക് വിഷു സ്പെഷ്യൽ വോയിസ് 2015. ഒമ്പത് മണിക്ക് വിഷു കൈനീട്ടൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള ടീച്ചറുമൊത്ത് അഭിമുഖം. വിഷു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഓർമ്മകളുടെ ഒരു പൂമരമാണ് നമ്മളുടെ മുമ്പിൽ വരിക. ഇപ്പോൾ ബാല്യകാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ജില്ലയിൽ മാത്രം വർണ്ണാഭമായ കുറേ പൂക്കൾ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. മണിക്ക് വിഷു കൈനീട്ടം. കണ്ണൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനനുമായി അഭിമുഖം. അപ്പോൾ സാർ, ഈ ഒരു വിഷുവിന് ശരിക്കും കണ്ണൂർക്കാർക്ക് കൊടുക്കുന്ന വിഷു കൈനീട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷു കൈനീട്ടം മരക്കാർക്കണ്ടിയിലെ ഫ്ലാറ്റാണ്. കൂടുതൽ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? കേരളത്തിലെ തന്നെ ഓരോ നഗരസഭ എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു പദ്ധതി വളരെ അഭിമാനകരമായി ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ജയറാം നായകനായി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മൂവി ഉലകം ചുറ്റും വാലിബൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു. കല്യാണിയെ പെണ്ണ് കാണാൻ ചെറുക്കനും കൂട്ടരും വന്നിരുന്നു. അവർക്ക് പരസ്പരം വലിയ ഇഷ്ടമായി. എന്നെ മൊബൈലിൽ കിട്ടിയില്ല, പക്ഷെ ഗോപിയേട്ടൻ പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. നേരെ ചെറുക്കനെ കാണാൻ ചെന്നു. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ചെറുക്കനെ കുറിച്ച് നല്ല മതിപ്പാ, നല്ല കുടുംബക്കാര്. പിന്നെ ഒന്നും അവിടെ ആലോചിച്ചില്ല, നേരെ ജോത്സ്യനെ കാണാൻ പോയി. കല്യാണത്തിനുള്ള ദിവസം അങ്ങോട്ട് കുറിപ്പിച്ചു. രാത്രി 10 മണിക്ക് കുഞ്ചാക്കോ ബോബൻ ഇന്ദ്രജിത്ത് അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മൂവി റേസ്. ഇയാളുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. എവിടെ പോകുന്നു, ആരെ കാണുന്നു, അങ്ങനെയല്ല. തിരിച്ചു വരുമ്പോഴും ഇതാണ് അവസ്ഥയെങ്കിൽ മിക്കവാറും ഞാൻ ബാംഗ്ലൂർ എത്തിയാലും നിങ്ങൾ വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല. സഹകരണ ബാങ്ക് ജീവനക്കാർ ഒരുക്കിയ ജൈവ പച്ചക്കറി കൃഷി ശ്രദ്ധേയമായി. അഞ്ചരക്കണ്ടി ഫാമേഴ്സ് ബാങ്ക് മുഴപ്പാല ബ്രാഞ്ച് ഓഫീസിന്റെ മട്ടുപ്പാവിലാണ് വിവിധ തരം പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വീടുകളുടെ മട്ടുപ്പാവിൽ ഇത്തരം ജൈവ പച്ചക്കറി കൃഷി ധാരാളം ഒരുക്കുന്നുണ്ട്. പക്ഷേ ഒരു സഹകരണ ബാങ്ക് ഇത്തരത്തിൽ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ഒരുക്കുന്നത് ആദ്യമായിട്ടാവും. വെണ്ട, പച്ചമുളക്, വഴുതിന, തക്കാളി, കാപ്സിക്കോ, പയർ തുടങ്ങിയ ജൈവ പച്ചക്കറികളാണ് ഗ്രോ ബാഗുകളിൽ ഒരുക്കിയിരിക്കുന്നത്. സഹകരണ മേഖലയിലെ സുവർണ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിഷരഹിത പച്ചക്കറിത്തോട്ടം ഒരുക്കിയതെന്ന് ബാങ്ക് പ്രസിഡന്റ് പി മുകുന്ദൻ പറഞ്ഞു. ഇത് നവംബർ മാസം കേരള ഗവൺമെൻറ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് സുവർണ കേരളം പദ്ധതി എന്നുള്ള നിലയ്ക്ക് ആരംഭിച്ചതാണ്. അതായത് വിഷരഹിതമായ പച്ചക്കറി കേരളത്തിൽ ഉടനീളം ലഭ്യമാക്കണം എന്നുള്ള നിലയ്ക്ക് സഹകരണ മേഖലയിൽ ഈ രീതി എല്ലാ സ്ഥാപനങ്ങളും ഈ രീതിയിൽ ആരംഭിക്കണം എന്നുള്ളതിൻ്റെ ഒരു തുടക്കമെന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് ആരംഭിച്ചത്. അത് നമുക്ക് മോശമല്ലാത്ത രീതിയിൽ നല്ല വിജയപ്രദമാണ്. രാവിലെയും വൈകിട്ടും കൃഷിക്ക് വെള്ളം നനക്കും. ഇതിന് മികച്ച രീതിയിലുള്ള ജലസേചന സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങളെ നമ്മുടെ കാർഷിക സംസ്കൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് ബാങ്ക് ഡയറക്ടർ AM മോഹനൻ പറഞ്ഞു. നമ്മുടെ കേരള ജനത ഇന്ന് ഒരു പച്ചക്കറിക്കും മറ്റ് സാധനങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിന് പ്രതിവിധിയായി ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. സ്വന്തമായി അവനവന് കഴിയുന്ന സ്ഥലത്ത് കഴിയുന്നത്ര കൃഷി ചെറുതോ വലുതോ ആയ രീതിയിൽ ചെയ്യുക എന്നതാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും മികച്ച കൃഷിയൊരുക്കാനും ബാങ്കിന്റെ കീഴിൽ കർഷക സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ അഞ്ചരക്കണ്ടി പെരളശ്ശേരി കൃഷി ഓഫീസർമാരുടെ കലവറയില്ലാത്ത സഹായവും പദ്ധതിക്ക് ലഭിച്ചു. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ബാങ്ക് പ്രസിഡന്റ് പി മുകുന്ദൻ നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് മുഴപ്പാല ശാഖയിലെ ജീവനക്കാർ, ബാങ്കിന്റെ MD ടി ജയൻ, ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിഷരഹിത പച്ചക്കറികൾ ബാങ്കിന്റെ വിവിധ സ്റ്റോറുകൾ മുഖേന വിൽപ്പന നടത്തി. സംസ്ഥാനത്തെ റേഷൻ കടകൾ 27-ന് അടച്ചിട്ട് വ്യാപാരികൾ സൂചനാ പണിമുടക്ക് നടത്തും. പണിമുടക്കുന്ന റേഷൻ വ്യാപാരികൾ സെക്രട്ടേറിയറ്റ് മാർച്ചും താലൂക്ക് അടിസ്ഥാനത്തിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും നടത്തും.
റേഷൻ വ്യാപാരികൾ നടത്തിയ സമരം ഒത്തുതീർപ്പാക്കാൻ 2014 നവംബർ 12-ന് സംഘടനാ നേതാക്കളും സർക്കാരുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ ഒന്നുപോലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. കമ്മീഷൻ കിൻഡലിന് 100 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഉറപ്പ്. ആട്ടയും പഞ്ചസാരയും ഡോർ ഡെലിവറിയായി നൽകാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഏപ്രിൽ മാസമായിട്ടും പാലിച്ചിട്ടില്ല. പണിമുടക്കുന്ന റേഷൻ വ്യാപാരികൾ സെക്രട്ടേറിയറ്റ് മാർച്ചും താലൂക്ക് അടിസ്ഥാനത്തിൽ ഡിപ്പോ ഓഫീസിലേക്ക് മാർച്ചും നടത്തും. കോഴിക്കോട് മംഗലാപുരം റെയിൽപാത വൈദ്യുതീകരണം ഇഴയുന്നു. വൈദ്യുതീകരണം ഈ വർഷം പൂർത്തിയാക്കുമെന്ന റെയിൽവേയുടെ പ്രഖ്യാപനം നടക്കാനിടയില്ല. പ്രവൃത്തി നീണ്ടുപോകുന്നതിനാൽ പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. കോഴിക്കോടിനും മംഗലാപുരത്തിനുമിടയിൽ 2 സബ്സ്റ്റേഷനുകളുടെ പ്രവർത്തനമാണ് എങ്ങുമെത്താതെ കിടക്കുന്നത്. തിരൂർ, ഏലത്തൂർ, കണ്ണൂർ സൗത്ത് എന്നിവിടങ്ങളിലാണ് സബ്സ്റ്റേഷൻ സ്ഥാപിക്കേണ്ടത്. രണ്ടിടത്തും സ്ഥലം വിട്ടുകിട്ടിയതേയുള്ളൂ. ആവശ്യത്തിന് ജോലിക്കാരില്ലാത്തതും ഏറെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. സബ്സ്റ്റേഷൻ പൂർത്തിയാക്കാൻ 10 മാസത്തോളം വേണ്ടിവരുമെന്നാണ് റെയിൽവേ പറയുന്നത്. ഇതിനു പുറമെ കോഴിക്കോട്, നീലേശ്വരം സ്റ്റേഷനുകളിലെ 4000 പോസ്റ്റുകളിൽ കമ്പി വലിക്കുന്ന പ്രവൃത്തിയും പാതി വഴിയിലാണ്. ഇത് പൂർത്തിയാക്കേണ്ടത് പാലക്കാട് ഡിവിഷനും റെയിൽവേയും ഇലക്ട്രിക്കൽ വിഭാഗവും ചേർന്നാണ്. അതിനിടെ വൈദ്യുതീകരണത്തിന് ഉപയോഗിക്കുന്ന നിലവാരം കുറഞ്ഞ ചെമ്പ് കമ്പികളാണെന്ന ആക്ഷേപവുമുണ്ട്. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ ഇടക്കാല വിളയായി ചെറുപയറും വൻപയറും കൃഷിയിറക്കി കർഷക സേവന കേന്ദ്രം മാതൃകയായി. അഞ്ചരക്കണ്ടി ഫാമേഴ്സ് കർഷക ക്ലബ്ബും കർഷക സേവന കേന്ദ്രവും പ്രദേശത്തെ കർഷകരും ചേർന്നാണ് അഞ്ചരക്കണ്ടി പാളയം വയലിൽ കൃഷിയിൽ പുതിയ ഗാഥ രചിച്ചത്. പാളയം വയലിലെ 8.5 ഏക്കറിലാണ് ഇടവിള കൃഷി ചെയ്തിരിക്കുന്നത്. നെല്ല് കൊയ്തെടുത്ത വയൽ വെറുതെ ഇടുന്നതിൽ ഒരു പ്രയോജനവുമില്ല എന്ന കണ്ടെത്തലാണ് പയർ കൃഷിക്ക് പ്രചോദനമായതെന്നും ഇത്തരം കൃഷിരീതികൾ നമ്മുടെ കാർഷിക രംഗത്തെ വളരെ സജീവമാക്കാൻ കഴിയുമെന്ന് അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് പി മുകുന്ദൻ പറഞ്ഞു. ഉപദേശം നമ്മൾ ഈ കർഷക സേവന കേന്ദ്രമുണ്ട്, അതിൻ്റെ ആഭിമുഖ്യത്തിൽ ആണ് ഇതൊക്കെ ആരംഭിച്ചത്. നെൽകൃഷിയായാലും പിന്നെ പയർ കൃഷിയായാലും ഈ പച്ചക്കറി കൃഷിയായാലും ഇതൊക്കെ കർഷക സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുക. ഫാർമേഴ്സ് ബാങ്ക് തുടങ്ങിയ കർഷക സേവന കേന്ദ്രം നേരത്തെ തരിശായി കിടന്ന ഈ വയലുകൾ പാട്ടത്തിനെടുത്ത് നെൽകൃഷി നടത്തിയത് മാതൃകയായിരുന്നു. മികച്ച വിളവും ലഭിച്ചു. കൊയ്ത്തു കഴിഞ്ഞതോടെ വീണ്ടും പാടങ്ങൾ സജ്ജമാക്കി വിവിധ പയറുകളുടെ വിത്തിടുകയായിരുന്നു. വളരെ മാതൃകാപരമായ പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയതെന്ന് ബാങ്ക് ഡയറക്ടർ KP ലോഹിതാക്ഷനും പറയുന്നു. ഈ നെൽകൃഷി ചെയ്ത് മൂർന്ന് എടുത്ത സ്ഥലത്ത് അത് ട്രാക്ടർ അടിച്ച് കൃഷിയോഗ്യമാക്കി അവിടെ പയർ, ചെറുപയർ, ഉഴുന്ന്, മമ്പയർ തുടങ്ങിയിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ കൃഷി ചെയ്യണമെന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. നെൽകൃഷിയുടെ കൊയ്ത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പാടങ്ങൾ തരിശായി കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത്തരം ഇടക്കാല കൃഷിയുടെ സാധ്യതകൾ കർഷകരിലെത്തിക്കാനും അവർക്ക് പ്രചോദനമാകും വിധത്തിൽ കൃഷി വികസനവും നടപ്പാക്കൂ എന്ന ഉദാത്ത മാതൃകയാണ് പാളയം വയലിലൂടെ വിരിയുന്നത്. ഇനി വ്യക്തികൾ വിശേഷങ്ങൾ. വ്യത്യസ്തമായ രീതിയിൽ നീന്തൽ വിദ്യ അഭ്യസിപ്പിക്കുന്ന ചാൾസിനെ കുറിച്ചാണ് ഇന്നത്തെ വ്യക്തികൾ വിശേഷങ്ങൾ. സ്വയം രക്ഷ ലക്ഷ്യമാക്കിയുള്ള നീന്തൽ പരിശീലനം നേടാൻ നിരവധി പേരാണ് ചാൾസിനെ തേടിയെത്തുന്നത്. 10 മണിക്കൂർ കൊണ്ട് നീന്തൽ വിദ്യ അഭ്യസിപ്പിക്കുകയാണ് പയ്യാമ്പലത്തെ ലൈഫ് ഗാർഡായ ചാൾസ്. സാധാരണ രീതിയിൽ 26 മണിക്കൂർ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന നീന്തൽ വിദ്യയാണ് വെറും 10 മണിക്കൂർ കൊണ്ട് ചാൾസ് പരിശീലിപ്പിക്കുന്നത്. 8 വയസ്സ് മുതൽ 45 വയസ്സ് പ്രായം വരെയുള്ളവർക്കാണ് പരിശീലനം നൽകുന്നത്. 8 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ള പ്രായമുള്ളവർക്കാണ്. അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇപ്പോൾ അവധിക്കാല ക്ലാസ്സുകൾ എന്നുള്ള നിലയിലേക്കാണ് ഈ സാധു ഇന്നിൽ വെച്ച് ഇന്നിപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 2 ബാച്ചിൻ്റെ പരിശീലനം സമാപനം ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കാര്യമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് 10 മണിക്കൂർ കൊണ്ടുള്ള പഠനമാണ്. 10 മണിക്കൂർ കൊണ്ട് നീന്തൽ പഠിപ്പിക്കുക. സ്വയം രക്ഷ സ്വന്തമായി തന്നെ പ്രാപ്തമാക്കാൻ കഴിയണമെന്ന ചിന്തയാണ് ചാൾസിനെ പരിശീലനം നൽകുന്നതിലേക്ക് നയിച്ചത്. 7 വർഷമായി ഇയാൾ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. 34 പേരാണ് ഇപ്പോൾ ചാൾസിന്റെ ശിക്ഷണം സ്വീകരിക്കുന്നത്. തന്റെ നീന്തൽ പരിശീലന കേന്ദ്രങ്ങളിൽ മത്സരം സംഘടിപ്പിക്കുന്നതും ഉപഹാരം വിതരണം ചെയ്യുന്നതും വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹനം കൂടിയാണെന്ന് ചാൾസ് വിശ്വസിക്കുന്നു. 25 പേർ പങ്കെടുത്ത മത്സരത്തിൽ 3 പേരാണ് വിജയികളായത്. നീന്തൽ പരിശീലനത്തിനു പുറമെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള പരിശീലനവും ചാൾസ് നൽകുന്നുണ്ട്. ഏണിവെച്ച് ഉയരത്തിലുള്ള കണ്ണിമാങ്ങ പറിക്കുകയാണ് ഈ ബാലനും കൂട്ടരും. തോട്ടട ESIക്ക് സമീപത്തെ നടുറോഡിൽ നിന്നുള്ള ഒരു വിഷുക്കാഴ്ച. സിറ്റി ന്യൂസ് ക്യാമറമാൻ ദിലീപ് ദിവാകർ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്.
അറിയിപ്പുകൾ. അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1990-91 SSLC ബാച്ച് സംഗമം 18-ന് 9 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് 9947016590. ചേലേരിമുക്ക് കാരുണ്യ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നാളെ 12-ന് ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും തെരുവുകളിൽ കഴിയുന്നവർക്കും വിഷുസദ്യ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് കായിക വിഭാഗവും കണ്ണൂർ YMCയും ചേർന്ന് 8 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അമ്പെയ്ത്ത് പരിശീലനം നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 9447146123 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് കൗൺസിലിംഗ് 28 മുതൽ 30 വരെ ഹൃദയാരാം കൂടാളി സെന്ററിൽ അടുത്ത അധ്യയന വർഷം 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 9258858901 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമി ഏപ്രിൽ 25-26 തീയതികളിൽ റോപ്പ് അഡ്വഞ്ചർ ഇനങ്ങൾ ഉൾപ്പെടുത്തി സാഹസിക ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. താല്പര്യമുള്ളവർ 9496146393 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പീസ് കണ്ണൂർ ജില്ലാ ചാപ്റ്റർ 27-നും 28-നും കണ്ണൂർ ശിക്ഷക് സദനിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ടാലന്റ് ഡെവലപ്മെന്റ് ക്യാമ്പ് നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 049053441441 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യുക. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നന്മയുടെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി നാളെ വിഷു. വിഷുക്കണിയും കൈനീട്ടവും സദ്യയുമൊക്കെയായി വിഷുവിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിൽ നാടും നഗരവും. വിഷു മലയാളികളുടെ കാർഷികോത്സവത്തിന്റെ തുടക്കം. ഇന്ന് ഡോക്ടർ BR അംബേദ്കറുടെ 125ാം ജന്മദിനം. ജില്ലയിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. DCC ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മംഗലാപുരം റെയിൽപാത വൈദ്യുതീകരണം ഇഴയുന്നു. വൈദ്യുതീകരണം ഈ വർഷവും പൂർത്തിയാക്കാനാകില്ല. പ്രവൃത്തി നീണ്ടുപോകുന്നത് ട്രെയിനുകൾ വൈകിയോടാൻ കാരണമാകുന്നു. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ ഇടക്കാല വിളയായി ചെറുപയറും വൻപയറും കൃഷിയിറക്കി മാതൃകയായി അഞ്ചരക്കണ്ടി ഫാമേഴ്സ് കർഷക ക്ലബ്ബും കർഷക സേവന കേന്ദ്രവും. പാളയം വയലിലാണ് പുതിയ കാർഷിക വിജയഗാഥ. വിഷു പ്രമാണിച്ച് ഓഫീസ് അവധിയായതിനാൽ നാളെ സിറ്റി ന്യൂസ് ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. ശുഭരാത്രി.